ICC T20 വേൾഡ് കപ്പ് 2026 ഇന്ന് ഇന്ത്യ നെതർലൻഡ് മത്സരം ഉണ്ടായിരുന്നു. ഇന്ത്യ നെതർലൻഡ് മത്സരത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലൻഡ് ടീമിൽ 41 വയസ്സുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, വാൻഡർ മെർവ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്, ഇപ്പോൾ നെതർലൻഡിന് വേണ്ടിയും കളിക്കുന്നു. എന്തായാലും വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ഫീൽഡിലും കണ്ടു, അദ്ദേഹം എറിയുന്നത് ബോൾ ചെയ്യുന്നതും കണ്ടു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ്, ടോസ് കിട്ടിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് എടുത്തു. ആദ്യത്തെ ഓവറിൽ തന്നെ നമുക്ക് ഓപ്പണർ അഭിഷേക് ശർമ്മയെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഓരോ ബാറ്റ്സ്മാൻമാരും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ബാറ്റ് ചെയ്തത്. തിലക് വർമ്മ ഉണ്ടായിരുന്നു, സൂര്യകുമാർ യാദവ്, ഇവരെല്ലാം ബാറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറെ സമയങ്ങളിൽ നമുക്ക് സ്കോറിങ് ഒരു വേഗത ഇല്ലാത്തതുപോലെ ഉണ്ട്. എന്നാൽ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അടിക്കുന്നുണ്ട്. പക്ഷെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ഒപ്പിച്ചൊപ്പിച്ച് പോകുന്ന ഒരു പരുവായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ മാറിക്കിട്ടിയത് എപ്പോഴാന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ് ഒമ്പനടിക്കൊക്കെ ശ്രമിച്ച് വിക്കറ്റ് വീണു. പിന്നീട് വന്ന ശിവം ദൂബെയാണ്. ശിവം ദൂബെ വന്നിട്ട് ശരിക്കും പുള്ളിനെ ആർച്ചാമി എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല, പുള്ളി നിന്ന് അടിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി വന്നതിന് ശേഷമാണ് ശിവൻ ദൂബെയാണ് സിക്സുകളുടെ ഒരു പെരുമഴ തന്നെ തീർത്തത്. അത്യാവശ്യം സ്കോറിങ്ങിന് വേഗത കൂടി. അങ്ങനെ എന്തായാലും വന്ന് ഹാർദിക് പാണ്ഡ്യ വന്നു. പാണ്ഡ്യക്കാണെങ്കിലും ബാറ്റിങ്ങിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായി. കാരണം നെതർലൻഡിന്റെ ബോളേഴ്സ് വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. അവര് സ്ലോ ബോൾസ് എറിഞ്ഞ് നമ്മുടെ ബാറ്റ്സ്മാൻമാരെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ശിവൻ ദൂബെയുടെ ബാറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് വരാനും തുടങ്ങിയത്. അങ്ങനെ വന്ന അവസാനം റിങ്കു സിംഗും വന്ന് ഒരു ഫിനിഷറുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തു. എന്തായാലും ഇതിനുശേഷം 193 റൺസാണ് നമ്മൾ അവർക്ക് വിജയലക്ഷ്യം കൊടുത്തത്. ബാസ്ഡേ ലീഡിന്റെ അതുപോലെയുള്ള കുറച്ച് പ്ലേയേഴ്സിന്റെ തുടക്കത്തിലുള്ള നല്ല ബാറ്റിങ്ങിന്റെ ഒരു പ്രകടനവും നമുക്ക് കാണാൻ പറ്റി നെതർലൻഡിന്റെ ഭാഗത്തുനിന്ന്. അവരെ സംബന്ധിച്ച് അവരെ മോശമാക്കിയിട്ടൊന്നുമില്ല. കളി 172 റൺസ് വരെ അവർ ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് 17 റൺസിന്റെ ഒരു വിജയമാണ് ഇന്ത്യക്ക് ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് എന്താ പറയാ, എല്ലാ കളികളും തന്നെ വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ടീം അംഗങ്ങളും ശക്തമായിട്ട് തന്നെ പോരാടണം. സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. സൂപ്പർ 8ലേക്ക് വരുമ്പോൾ മത്സരം കടുക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശക്തരായിട്ട് ഉള്ള ടീമുകൾ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ സിംബാബ്വെ ഉണ്ട്. സിംബാബ്വെനെ അങ്ങനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു ടീമാണ്, കാരണം അട്ടിമറി വീരന്മാരാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ ഒരു അത്യാവശ്യം വീക്കാവുന്ന പോലെ കാണുന്നുണ്ട്. സ്ലോ ബോളുകൾ വരുന്ന സമയങ്ങളിൽ അത്യാവശ്യം നമുക്കത് അങ്ങോട്ട് ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്കോറിങ് വരാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ അത് നികത്താനായിട്ട് നമ്മളെ ദുബൈ പോലെയുള്ള താരങ്ങൾ ഉള്ളത് കൊണ്ട് പറ്റുന്നുമുണ്ട്. എന്തായാലും ഇതിനുശേഷം എന്താ പറയാ, വരുന്ന മത്സരങ്ങളിൽ ഇന്ത്യ ശക്തമായിട്ട് തന്നെ പോരാടി ലോകകപ്പ് കൈക്കലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വരും ദിവസങ്ങളിലെ കളികളിലേക്ക് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇനിയിപ്പോ വരുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരമാണ്. വാശിയേറിയ പോരാട്ടത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.